പുതിയ നിയമത്തിൽ പൗലോസ്ലിഹയുടെ സുന്ദരമായ ഒരു വചനം നമ്മൾ ഇന്ന് വായിക്കാൻ വേണ്ടി പോവാണ്. കൊളോസോസ് ലേഖനത്തിൽ 3-ാം അധ്യായം അതിൻ്റെ 23-24 വാക്യങ്ങളാണ്. വചനം വളരെ സിമ്പിളായിട്ട് ആൻഡ് പവർഫുൾ ആയിട്ട് പൗലോസിലെ നമ്മളോട് പറയും, നമ്മൾ എന്ത് ചെയ്താലും അത് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി. മറ്റൊരു വാക്യ പൗലോസിലെ ഇങ്ങനെ പറയും, എല്ലാം ഈശോയ്ക്ക് വേണ്ടി ചെയ്യുക. വചനം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക, നിങ്ങളുടെ ജോലി എന്ത് തന്നെ ആയാലും മനുഷ്യനെ അല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുക. ആ വാക്കുകളെല്ലാം ഒന്ന് അടയാളപ്പെടുത്തണം കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്താലും മനുഷ്യനെ അല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പോലെ, ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടുകൂടി ചെയ്യുക. നമുക്ക് ഓരോ കാര്യങ്ങൾ എല്ലാ ദിവസവും നമുക്ക് എന്തോരം കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലേ. പക്ഷെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്നതായിട്ടാണോ നമ്മളത് ചെയ്യുന്നത്? വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഹൃദയ പരമാർത്ഥതയോടെ, വിത്ത് യുവർ ഫുൾ ഹാർട്ട്, സിൻസിയറിറ്റി, വളരെ സത്യസന്ധമായിട്ട് നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുത്തുകൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓരോ ദിവസവും നമ്മുടെ കുടുംബവും, ജോലി, ശുശ്രൂഷ, പഠനം എല്ലാം എന്തോരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. എല്ലാം ഈശോയെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടുകൂടി ചെയ്യുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഓർക്കാം, നാളെ പ്രത്യേകിച്ച് വളരെ വലിയൊരു പ്രധാനപ്പെട്ട തിരുനാളാണ്. ആരുടെയാ? വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോളയുടെ തിരുനാളാണ്. ഇഗ്നേഷ്യസ് ലോയോളയുടെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഒന്നാണ് AMDG, ആത്മയോരം ദൈ ഗ്ലോറിയാം, ഫോർ ദ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ഗോഡ്. എല്ലാം ദൈവത്തിൻ്റെ ഉപരി മഹത്വത്തിന്. ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ആയിത്തീരണം എന്നുള്ളതായിരുന്നു വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോളയുടെ ആപ്തവാക്യം. നമുക്ക് അങ്ങനെയൊന്ന് ഒരു മനസ്സോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്താൽ, ഞാൻ പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും ഞാൻ യാത്ര ചെയ്യുന്നതും ഞാനൊരു പുസ്തകം വായിക്കുന്നതും ഞാനൊരു പുതിയ കാര്യത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതും ഞാൻ ഒന്നുകൂടെ ഒരു എഫേർട്ട് എടുക്കുന്നതും എല്ലാം എനിക്ക് വേണ്ടിയല്ല, ഞാൻ എൻ്റെ ഈശോയെ സേവിക്കുന്നത് പോലെ അവിടുത്തെ പരിശുദ്ധ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പൗലോസ്ലീഹ പറഞ്ഞതുപോലെ കുറേയും കൂടെ ഹൃദയ പരമാർത്ഥതയോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റണം. ഇഗ്നേഷ്യസ് ലോയോളയൊക്കെ ഓരോ കാര്യങ്ങളും ചെയ്തത് ആ ഒരു മൈൻഡോട് കൂടിയായിരുന്നു. ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാനല്ല ചെയ്യുന്നത്, ആരെ? ഈശോയെ സേവിക്കാൻ വേണ്ടിയാണ് ചെയ്യുക. പൗലോസ്ലീഹായും പിന്നീട് ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നില്ലേ, ഞാനിപ്പോൾ മനുഷ്യരെ പ്രസാദിപ്പിക്കാനാണോ ശ്രമിക്കുന്നത്? അല്ല, എൻ്റെ ദൈവത്തെയാണ്. ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് വേണ്ടി, ഈശോയെ ഓർത്തുകൊണ്ട് ചെയ്യുക. അത് ഏറ്റവും കുഞ്ഞു കാര്യമാവട്ടെ, ഇത് വലിയൊരു കാര്യമാവട്ടെ, ഹൃദയ പരമാർത്ഥതയോടെ ദൈവത്തെ സേവിക്കുന്നത് പോലെ ചെയ്യുക. ഓൾ ഫോർ ദ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ഗോഡ്. ഇഗ്നേഷ്യസിലോയുടെ ആ വാക്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. എല്ലാം ദൈവത്തിൻ്റെ ഉപരി മഹത്വത്തിന്. അങ്ങനെ ഒരു ചിന്തയോടുകൂടി നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ കർത്താവ് തന്നെ നമുക്ക് പ്രതിഫലം നൽകും. പൗലോസ്ലീഹ അത് പറഞ്ഞു തരും. കൊളോസസ് 3 അതിൻ്റെ 23 നമ്മളിപ്പോൾ വായിച്ച് 24-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾക്ക് പ്രതിഫലം എവിടുന്ന് കിട്ടും? കർത്താവിൽ നിന്ന്. നമ്മൾ ഭയങ്കര ആത്മാർത്ഥതയോടുകൂടി ചെയ്താൽ ചിലപ്പോൾ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മളെ ചിലപ്പോൾ തെറ്റിദ്ധരിക്കുക വരെ ചെയ്തേക്കാം. നമ്മുടെ ആത്മാർത്ഥത കണ്ടിട്ട് ഇത് ചുമ്മാ ഉടായിപ്പാണ്, ഇത് ചുമ്മാ ഷോ ഓഫ് ആണെന്നൊക്കെ ആളുകൾ പറഞ്ഞേക്കാം. ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര എഫേർട്ട് ഇട്ട് ചെയ്തൊരു കാര്യത്തിന് ചിലപ്പോൾ ഒരു നെഗറ്റീവ് റെസ്പോൺസ് ആയിരിക്കും വരുന്നത്. ചിലപ്പോൾ പുച്ഛഭാവത്തോടു കൂടി നിങ്ങളെ തള്ളിക്കളയുന്ന അനുഭവങ്ങൾ വന്നേക്കാം. നമ്മൾ ഇനി മുതൽ ചെയ്യേണ്ട ഒറ്റ കാര്യം ഇതാണ്, എല്ലാം എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യുക. അവരുടെ അപ്രീസിയേഷൻ കിട്ടാനോ, അവർ നമ്മൾ നോക്കുന്ന പുഞ്ചിരിക്കാനോ, ഒരു കൈ തരാനോ, ഒരു വെരി ഗുഡ് പറയാനോ, അതൊന്നും കേൾക്കാനൊന്നുമല്ല. ഞാൻ എന്ത് ചെയ്താലും എൻ്റെ ഈശോയെ പ്രസാദിപ്പിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യും. ഇഗ്നേഷ്യസ് ലോയോള വിശുദ്ധൻ പറഞ്ഞതുപോലെ എല്ലാം ഈശോയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അവർ അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിലും, ഇൻ കേസ് അവർ തെറ്റിദ്ധരിച്ചാലും, അവർ നമ്മുടെ ഹൃദയ പരമാർത്ഥതയെ മനസ്സിലാക്കിയില്ലെങ്കിലും, അപ്പോഴും എപ്പോഴും ഓർത്തേക്കണം, അപ്പോഴും ഈശോയുടെ സ്നേഹവും ഈശോയുടെ അപ്രീസിയേഷനും നമ്മുടെ കൂടെ ഉണ്ടാകും. കർത്താവിൽ നിന്ന് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുമെന്ന് ഓർത്തുകൊള്ളുവിൻ. വചനം തുടർന്ന് ഇങ്ങനെ പറയുക, കർത്താവായ ക്രിസ്തുവിനെ തന്നെയാണല്ലോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. അതായിരുന്നു ഇഗ്നേഷ്യസ് ലോയോളയുടെയും ചിന്ത. ഞാനിതെല്ലാം ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോളയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോഴേ, കഴിഞ്ഞൊരു മാസക്കാലം മുഴുവൻ ഞാൻ എൻ്റെ വാട്സാപ്പിൽ DP ആയിട്ട് ഇട്ടേക്കുന്നത് വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോളയുടെ ഒരു പ്രാർത്ഥനയായിരുന്നു. ഇഗ്നേഷ്യസ് ലോയോള ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശോയെ, നീ തന്നതല്ലാതെ ഒന്നും എൻ്റെ ജീവിതത്തിലില്ല, ടേക്ക് ഇറ്റ് ബാക്ക്. നീ എല്ലാം എടുത്തോ, എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ കഴിവുകൾ, എൻ്റെ സമയം, നീ തന്നതെല്ലാം തിരിച്ചെടുത്തോ. എനിക്ക് നിൻ്റെ കൃപയും നിൻ്റെ സ്നേഹവും മാത്രം മതി. ഐ നീഡ് ഓൾ യുവർ ഗ്രേസ് ആൻഡ് യുവർ ലവ്. ബാക്കിയെല്ലാം നീ എടുത്തോളാൻ, എൻ്റെ കഴിവും സമയവും എല്ലാം എടുത്തോളാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പുണ്യവാൻ്റെ പുണ്യ മാതൃക അനുസരിച്ച് നാളെ വിശുദ്ധൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈശോയോട് 2 കാര്യങ്ങൾ പ്രാർത്ഥിക്കണം. ഒന്ന്, കർത്താവ് എനിക്കെല്ലാം ഹൃദയ പരമാർത്ഥതയോടെ അങ്ങേ പ്രസാദിപ്പിക്കുന്ന പോലെ അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി ചെയ്യാൻ കൃപ നൽകണമേ. 2, ഈശോയെ, ഇഗ്നേഷ്യസ് ലോയോളയെ പോലെ ഞാനിതാ എനിക്കുള്ളതെല്ലാം നിനക്ക് തരുന്നു. എൻ്റെ സമയം, എൻ്റെ ജീവിതം എല്ലാം ഐ സറണ്ടർ ടു യു, ആൻഡ് എനിക്ക് വേണ്ടത് അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ കൃപയും മാത്രമാണ്. ഇതൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഇന്ന് കിടന്നുറങ്ങാവോ? ഈശോ, എനിക്ക് നിൻ്റെ കൃപയും നിൻ്റെ സ്നേഹവും മാത്രം മതി.
ആ വലിയൊരു അനുഗ്രഹം നമുക്ക് ലഭിക്കട്ടെ. വിശുദ്ധ ഇഗ്നേഷ്യസുകളെ പോലെ എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യാൻ കൃപ ലഭിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.